ഹേ ഗായ്സ്, ഐ ആം ദേവ. വെൽക്കം ബാക്ക് ടു DVM റെസ്ക്യൂ. ഇന്നലെ 11:30 കേരളപുരത്ത് നിന്നൊരു കോള് വന്നിരുന്നു. ശരത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയെ വിളിച്ചിരുന്നു. ഒരു റെസ്ക്യൂവിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞ് കട അടച്ചിട്ട് ജോലിയില്ല, കടയൊക്കെ അടച്ചിട്ട് രാത്രിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയൊക്കെ വന്ന് അന്വേഷിച്ച് നോക്കിയപ്പം എനിക്ക് കാണാൻ കിട്ടിയില്ല. ഞാനങ്ങനെ 12:30 ഇവരെ വിളിച്ചപ്പം ഈ ശരത്തും അനന്തവും ബൈക്കിൽ വന്നു. അത് കിടക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ ക്യാച്ച് ചെയ്തു. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു 12 വയസ്സുള്ളൊരു പ്രായമുള്ളൊരു ഡോഗാണ്. അതിൻ്റെ കാലിൽ ഒരു പ്ലാസ്റ്റിക് അച്ചാക്ക് അതിൻ്റെ ഊടും പാവമൊക്കെ അഴിഞ്ഞ് ആഴ്ചകളോളം അതിനകത്ത് സ്റ്റക്കായിട്ട് അതിൻ്റെ മാംസമൊക്കെ തുളച്ച് ബോണ്ട അവിടം വരെ എത്തി. ഇനി കുറച്ചാളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചത്തുപോയേനെ. ഒരാഴ്ചയും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ചത്തുപോയേനെ. പുഴുക്കൾ വരെ സ്റ്റാർട്ട് ചെയ്തു. ഇവർ ജസ്റ്റ് ഇന്നലെ കണ്ടതേ ഉള്ളൂ. അപ്പാടെ എന്നെ അറിയിപ്പിച്ചു. ആഴ്ചകളോളം ഇത് കണ്ടിരുന്ന ഇവിടുത്തെ ജനങ്ങളുണ്ടായിരുന്നതാണ്. ആരും അത് ഒന്ന് ഇൻഫോം ചെയ്യുകയോ വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്തൊന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇവർ കാണിച്ച മനസ്സും അത് എടുത്തു പറയേണ്ടത്. ജസ്റ്റ് ഫോൺ കോൾ ചെയ്തിട്ട് അവിടെ ഒരു പട്ടി കിടപ്പുണ്ട്, വേണമെങ്കിൽ പോയി റെസ്ക്യൂ എന്ന് പറയുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരങ്ങനെയല്ല. അവരുടെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും അവർ ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് അതിനൊന്ന് നോട്ട് ചെയ്യാനായിട്ട് കാണിച്ചു തരാനായിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ തീർച്ചയായും അവർ ഓടിയെത്തി. ആ ഒരു മനസ്സ് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു മൃഗത്തിനോടുള്ളൊരു ഇഷ്ടം ഉള്ളതുകൊണ്ട് തന്നെയാണ്. കൂടാതെ അവർ എന്നെ സഹായിക്കുകയും എന്നെ വൂണ്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് ആയാലും മറ്റ് എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തന്നതൊക്കെ വളരെ മനസ്സുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മളോട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത്രക്കാരുണ്ടല്ലോ എന്ന് എനിക്കൊരു സന്തോഷം തോന്നി. എന്തായാലും ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിയുന്നവർ അത് ശരിയായ രീതിയിൽ അതിനെ സംസ്കരിക്കാനായിട്ട് ശ്രമിക്കുക. ഞങ്ങളവിടെ കിടന്ന ചാക്കും അതൊക്കെ ഞങ്ങളത് അവിടെ നിന്നെടുത്ത് മാറ്റിയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഇതുപോലെയുള്ള മനുഷ്യർക്കും മൃഗങ്ങൾക്കും ആപത്തായിട്ടുള്ള എന്തെങ്കിലും പരിസര മലിനീകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കാതെ കരുതലോടെ നമ്മൾ ജീവിക്കാൻ പഠിക്കുക.